യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവൻ്റെ വിശുദ്ധ ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. ഉയർത്തവനുടെ പരമവിളിക്ക് യോഗ്യരം ജനം നമ്മൾ. സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാം പാറയ്ക്കാർപ്പിടം സ്തുതിക്കാം ഹല്ലേലൂയാ. ഭാരത മണ്ണിൽ ജനിച്ചു വീണ ഓരോ ഭാരതീയനും ജീവിത ചരിത്രത്തിൽ ഒരിക്കലും മറന്നുപോകുവാൻ സാധിക്കാത്ത ഒരു ജീവിത ഓർമ്മയാണ് 1947 ഓഗസ്റ്റ് 15 എന്ന് പറയുന്ന ആ മഹനീയ ദിനം. കാരണം ആ കാലഘട്ടം വരെ ഭാരതത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യമില്ലാത്തവരായി അവർ അടിമത്വത്തിനകത്ത്, ബ്രിട്ടീഷ് അടിമത്വത്തിനകത്ത് കിടക്കുന്നത് പോലെ അവരുടെ കാലഘട്ടങ്ങൾ കഴിച്ചിരുന്ന ആ കാലഘട്ടം, അതിൽ നിന്ന് ഭാരതം ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടതായ അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണല്ലോ 1947 ഓഗസ്റ്റ് 15. നമുക്കറിയാം, ചരിത്രത്തിൻ്റെ ഏടുകളിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, മൗലാന ആസാദ്, ജിന്ന സാഹിബ്, ഡോക്ടർ അംബേദ്കർ, സർദാർ വല്ലഭായ് പട്ടേൽ, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലകൻ, സുഭാഷ് ചന്ദ്രബോസ്, രാജാറാം മോഹൻ റായ്, രവീന്ദ്രനാഥ ടാഗോർ തുടങ്ങിയുള്ളതായ നിരവധി വ്യക്തികൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി തലങ്ങും വിലങ്ങും സമരം നടത്തുകയും അവർ ആ കാലഘട്ടത്തിൽ അനുഭവിച്ചതായ വ്യഥകളുടെയും ചരിത്രങ്ങൾ നമുക്ക് ചരിത്ര പേജുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ശക്തമായി യുദ്ധം ചെയ്തതായ, അല്ലെങ്കിൽ സമരമുറകൾ നടത്തിയതായ ആളുകളുടെ സമരമുറയുടെ മുമ്പിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കേണ്ടതായിട്ട് ഉണ്ടായി. അങ്ങനെ 1947 ജൂലൈ മാസം 18 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയെ ഒരു സ്വതന്ത്ര രാജ്യമായി അയക്കാമെന്നുള്ള ഒരു തീരുമാനമെടുക്കുകയും ആ തീരുമാനം 1947 ഓഗസ്റ്റ് മാസം 15 ഇന്ത്യയിൽ അറിയിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമായി തീർന്നിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് ആ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ പുറത്തേക്ക് വരിക ഉണ്ടായത്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ കേൾവി അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസം തന്നെയായിരുന്നു, ഒരനുഭവം തന്നെയായിരുന്നു എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ചതായി ഇന്ത്യ വാസ്തവത്തിൽ പിൽക്കാലഘട്ടങ്ങളിൽ ഒരു യാഥാർത്ഥ്യമായ സ്വാതന്ത്ര്യത്തിലാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നാം ഒന്നുകൂടി നിന്ന് ആലോചിക്കേണ്ടതായ യാഥാർത്ഥ്യം അതിന് പിന്നിലുണ്ട്. കാരണം അന്ന് ഇന്ത്യക്ക് ലഭിച്ചതായ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് ഒരു നിസ്സാരമായ സ്വാതന്ത്ര്യമായിരുന്നില്ല. ഓരോ പൗരനും അവരുടേതാകുന്ന നിലവാരങ്ങളിൽ അവർക്ക് ഇന്ത്യയുടെ ഭരണഘടനയ്ക്കനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യമായിരുന്നു അവർക്ക് ലഭിക്കപ്പെട്ടത്. രാഷ്ട്രീയ സ്വാതന്ത്ര്യം, മതപരമായ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, അങ്ങനെ വ്യത്യസ്ത നിലയിലുള്ള സ്വാതന്ത്ര്യങ്ങൾ അന്ന് ഓരോ ഭാരതീയനും നൽകപ്പെട്ടു എന്നതുകൂടി നാം മനസ്സിലാക്കണം. ഒന്ന് നാം വളരെ ശാന്തമായി ആലോചിച്ചു നോക്കണം. ഇന്ത്യയിൽ ആർക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയത്? ഇന്ത്യയിൽ എവിടെയൊക്കെ സ്വാതന്ത്ര്യമുണ്ട്? ഇന്ത്യയിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടോ? ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണോ? ഉണ്ടെങ്കിൽ ഏതൊക്കെ മതങ്ങൾക്ക് ഇവിടെ ആരാധനാലയം പണിയാം? തുടങ്ങി നിരവധി കാര്യങ്ങൾ നാം ശാന്തമായി ചിന്തിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഇവിടെ മതസ്വാതന്ത്ര്യം എല്ലാ പൗരന്മാർക്കും ഒരുപോലെ ഉണ്ടെങ്കിൽ ഇവിടെ ആത്മീക ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നതാണ് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്.
എന്നാൽ ഒന്നുകൂടി നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യക്ക് ലഭിച്ചതായ സ്വാതന്ത്ര്യത്തിനകത്ത് മതസ്വാതന്ത്ര്യം ഓരോ പൗരനും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള സകല മതങ്ങൾക്കും അവരുടെ മതങ്ങളെ പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ന്യൂനപക്ഷത്തിനു മാത്രം എന്തുകൊണ്ട് അവരുടെ മതത്തെ പ്രചരിപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ള ആഴമായൊരു ചോദ്യം ഇവിടെ പ്രസക്തമായി ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഒരു ചോദ്യം കൂടി ഞാൻ ഉന്നയിക്കുകയാണ്. എന്തുകൊണ്ട് ക്രൈസ്തവ മതത്തിനു മാത്രം ഇവിടെ സ്വാതന്ത്ര്യമില്ല? അതിനെ തച്ചുടയ്ക്കുവാനും അതിനെ തകർക്കുവാനും എന്തുകൊണ്ട് പരിശ്രമിക്കുന്നു? ഇവിടെ ക്രിസ്തു മതം പ്രചരിപ്പിക്കുന്നവരെ തെരുവിൽ ചുട്ടുകൊല്ലുവാൻ ഇന്ത്യൻ ഭരണഘടനയിൽ സ്വാതന്ത്ര്യമുണ്ടോ? ഇത് ഇവിടുത്തെ കോടിക്കണക്കിന് ജനതയുടെ ആഴമായിട്ടുള്ളൊരു ചോദ്യമാണ്. എന്തുകൊണ്ട് ക്രിസ്തു മതത്തിനു മാത്രം സ്വാതന്ത്ര്യമില്ല? ക്രിസ്തു മതത്തെ മാത്രം പ്രചരിപ്പിക്കുന്നവരെ മുക്കുകൾ തോറും പട്ടണങ്ങൾ തോറും ഉപദ്രവിക്കുകയും ചുട്ടുകൊല്ലുകയും ചെയ്യുന്നു. അവർ ഇന്ത്യയുടെ പൗരന്മാരല്ലേ? ഇന്ത്യയിൽ അവർക്ക് മതസ്വാതന്ത്ര്യം ഇല്ലേ എന്നൊരു ചോദ്യത്തിന് മറുപടി കൂടി നാം വളരെ ആഴമായി ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതൊരു സ്വതന്ത്ര രാജ്യമെന്നും സ്വാതന്ത്ര്യമുള്ളവരാണ് നാം എന്ന് പറയുമ്പോഴും ഒന്ന് നാം ഓർത്തു വയ്ക്കുക, നാം സ്വതന്ത്രരല്ല. നാം എന്തിനൊക്കെയോ അടിമത്വത്തിന് കീഴിലാണ് ഇന്നുമായിരിക്കുന്നതെന്ന് നാം മറന്നു പോകരുത്. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായം 1-ാം വാക്യം പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പീൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങി പോകരുത്. എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് ചോദിച്ചാൽ, സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിക്ക് വേണ്ടി കൊതിച്ച മനുഷ്യവർഗത്തിന് സ്വർഗം മനസ്സലിഞ്ഞ് നൽകിയ ഒരു മഹാസന്തോഷമുണ്ട്. അതാണ് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന കർത്താവായ യേശു ക്രിസ്തു എന്ന് നാം മറന്നു പോകരുത്. പാപത്താൽ പിടിക്കപ്പെട്ട് അടിമത്വത്തിലേക്ക് നീങ്ങപ്പെട്ടതായ മനുഷ്യവർഗത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അവനെ സ്വതന്ത്രനായി അയക്കുവാൻ വേണ്ടി കർത്താവായ യേശു മശിഹ ലോകത്തിലേക്ക് വരികയും എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, സകല മാനവജാതിക്കു വേണ്ടി, സകല മനുഷ്യവർഗത്തിനു വേണ്ടി, ഭാരതീയന് മാത്രമല്ല ലോകത്തിലുള്ള സകല ജനതയ്ക്കും വേണ്ടി 2 കള്ളന്മാരുടെ മധ്യത്തിൽ 33.5 തിരുവയസ്സിൽ ഒരു ബലിയായി തീർന്നു, ഒരു യാഗമായി തീർന്നു എന്ന സത്യം നാം തിരിച്ചറിയുമ്പോൾ യേശു ക്രിസ്തു ബേത്ലഹേമിലെ മഹാസന്തോഷമായി പിറന്നിട്ട് 33.5 തിരുവയസ്സിൽ ഗോൽഗോത്തായിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ മരിക്കപ്പെട്ടതിന് കാരണമെന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെയുള്ള സകല മനുഷ്യനെയും പാപത്തിൽ നിന്നു വീണ്ടെടുത്ത് സ്വതന്ത്രരാക്കി തീർക്കുവാനും നിത്യദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുവാനും വേണ്ടിയാണ് എന്ന സത്യം ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിന് 13-ാം വാക്യം പറയുകയാണ്, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പീൻ എന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12 മുതൽ 23 വരെ വാക്യങ്ങൾക്കകത്ത് സാക്ഷാൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഈ രാവിലെ സമയത്ത് നാം ഓർത്തു വയ്ക്കുക, എന്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന നിത്യ രക്ഷയാണ് യഥാർത്ഥമായ സ്വാതന്ത്ര്യം. അത് പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ പ്രഭാത സമയത്ത് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പ്രതിദാനം ചെയ്തിരിക്കുന്ന സാക്ഷാൽ സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതിന് യേശു കർത്താവിൻ്റെ ആ ക്രൂശിനരികിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിൻ്റെ തിരുവചനം അതിൻ്റെ ആശയത്തിലും അർത്ഥത്തിലും മനസ്സിലാക്കിക്കൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുന്നെങ്കിൽ അത്രയും വലിയൊരു സ്വാതന്ത്ര്യം മറ്റൊന്നിലുമില്ല എന്ന് മനസ്സിലാക്കുകയും ആ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾക്ക് വരുവാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ആ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുകയും ആ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യുവാൻ സർവശക്തിയുള്ള കർത്താവ് എൻ്റെ കേൾവിക്കാരായ നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. യാഥാർത്ഥ്യമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.